ഇലക്ട്രിക്കൽ സിസ്റ്റം ഡിസൈൻ മൊഡ്യൂൾ 3 ആണ് നമ്മൾ നോക്കുന്നത് KTU 2019 സ്കീമിൻ്റെ. അപ്പോൾ ആദ്യം തന്നെ ജനറൽ ആസ്പെക്ട്സ് ആസ് പെർ NEC ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് 732 റിലേറ്റഡ് ടു ദ ഡിസൈൻ ഓഫ് ഡൊമസ്റ്റിക് ഡ്വെല്ലിംഗ് അവൈലിംഗ് സിംഗിൾ ഫേസ് സപ്ലൈ ആൻഡ് 3 ഫേസ് സപ്ലൈ ഫോർ എ കണക്റ്റഡ് ലോഡ് ലെസ് ദാൻ 15 കിലോവാട്ട് ആണ് ആദ്യത്തെ ടോപ്പിക്. അപ്പോൾ ലോഡ് സർവേ വാട്ട് ഈസ് ലോഡ് സർവേ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഒരു സിലബസിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ലോഡ് സർവേ ദ കോമൺ പവർ റേറ്റിംഗ് ഓഫ് ഡൊമസ്റ്റിക് ഗാഡ്ജറ്റ്സ് കണക്റ്റഡ് ലോഡ് ഡൈവേഴ്സിറ്റി ഫാക്ടർ സെലക്ഷൻ ഓഫ് നമ്പർ ഇതൊക്കെ സിലബസ് പറയുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ തൊട്ടാണ് തുടങ്ങുന്നത്. സപ്ലൈ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. In connection with the new building, the following aspects are to be considered to bring an electrical supply to the premises. നമുക്ക് സപ്ലൈ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ദ നിയർനെസ് ഓഫ് സപ്ലൈ പോയിന്റ്, പൊസിഷൻ ഇൻ ദ ബിൽഡിംഗ് വെർ ദ സർവീസ് കേബിൾ ഈസ് റിക്വയർഡ് ടു ടെർമിനേറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സപ്ലൈ നെയിംലി വെദർ AC or DC, if AC, number of phases, voltage levels and power rating of equipments and accessories, if DC, number of wires and voltages, maximum load demand, in case of large building, if alternative supply arrangement is available, changeover to alternative supply is to be provided in the event of supply failure. According to the rules, power supplying authority give one phase 240 volt 2 wire supply for load less than 5 kilowatt and 3 phase supply for 450 volt 4 wire for load greater than 5 kilowatt. നമ്മുടെ കണക്റ്റഡ് ലോഡ് നമ്മൾക്ക് എത്രയാണോ എടുക്കുന്നത് അത് 5000 വാട്ടിന് താഴെയാണെങ്കിൽ നമ്മൾ സിംഗിൾ ഫേസ് സപ്ലൈയും 5000 വാട്ടിന് മേളിലാണെങ്കിൽ നമ്മൾ 3 ഫേസ് സപ്ലൈയുമാണ് കൊടുക്കുന്നത്. ഇത് ഇൻകമിംഗ് പവർ ഇതാണ് ഒരു ബ്ലോക്ക് ഡയഗ്രാം പോലെ നമുക്ക് പറയാം. ഇൻകമിംഗ് പവർ സപ്ലൈ, അത് കഴിഞ്ഞ് സബ്സ്റ്റേഷനിൽ നിന്ന് പവർ കൺസ്യൂമർ 230 വോൾട്ട് സിംഗിൾ ഫേസ് 2 വയർ സിസ്റ്റമാണ്. സർവീസ് കണക്ഷൻ. ദ ഇലക്ട്രിക്കൽ സപ്ലൈ അതോറിറ്റി സപ്ലൈസ് പവർ ടു ദ കൺസ്യൂമേഴ്സ് ത്രൂ എ ലോ വോൾട്ടേജ് 3 ഫേസ് 4 വയർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം കോൾഡ് secondary distribution system. The line bringing electric power from the supplier's low voltage distributor up to the energy meter installed at the consumer premises is called service connection. Service connection may be by means of underground cables or by means of overhead cables. Underground service connection. Underground cable ഒരു പിക്ചറും കൊടുത്തിട്ടുണ്ട്. When the supplier's distribution system is underground, usually case in the modern city, underground service connections are used. Modern cities-ൽ UG cables ആണ് ഉപയോഗിക്കുന്നത്. Such connections are used when it is desired to avoid the sight of wire passing. നമ്മൾ കാണാതെ ഒരു കേബിൾ അണ്ടർഗ്രൗണ്ടിൽ ഉപയോഗിക്കുന്നത് നമ്മൾ വയർ താഴെ പെട്ടെന്ന് കാണുന്ന ഒരു രീതിയിലാവാതിരിക്കാൻ വേണ്ടിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഓവർ ദ കൺസ്യൂമേഴ്സ് പ്രെമിസസ് ഓർ വെൻ ദ കൺസ്യൂമേഴ്സ് ലോഡ് എക്സീഡിങ് 25 കിലോവാട്ട്. 25 കിലോവാട്ട് കൺസ്യൂമേഴ്സിന് ലോഡ് കൂടുതലാണെങ്കിൽ 25 കിലോവാട്ടിന് മേളിലാണെങ്കിൽ UG ആണ് എടുക്കുന്നത്. പേപ്പർ ഇൻസുലേറ്റഡ് കേബിൾസ് അല്ലെ PVC കേബിൾസ് ആണ് സർവീസ് കേബിളായിട്ട് ഉപയോഗിക്കുന്നത്. ഓവർഹെഡ് സർവീസ് കണക്ഷൻ. ബെയർ ഓവർഹെഡ് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ഫോർ ദ സർവീസ് ലൈൻ when the consumer's premises are more than 45 meters away from the supplier's distribution pole. ഡിസ്ട്രിബ്യൂഷൻ പോളിൽ നിന്നും 45 മീറ്ററിന് അകലെയാണ് കൺസ്യൂമേഴ്സ് പ്രമിസസ് എങ്കിൽ ബെയർ ഓവർഹെഡ് കണ്ടക്ടേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. വെൻ ദ ഡിസ്റ്റൻസ് ഓഫ് 45 മീറ്ററിനും താഴെയാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷനിൽ PVC കേബിളാണ് ഉപയോഗിക്കുന്നത്. ദിസ് മീൻസ് ദാറ്റ് ദ ഓവർഹെഡ് സർവീസ് ലൈൻ മേ ബി എയ്തർ PVC ഓർ വെതർ പ്രൂഫ് കേബിൾ. ഇതാണ് PVC ഓർ വെതർ പ്രൂഫ് കേബിളിൻ്റെ ഒരു GI പൈപ്പ്, സ്റ്റേബോ GI വയർ 7 meter 10 meter width height. When service connections are given to a single story building by means of a PVC or a weatherproof cable, GI wire of at least 8 SWG is stretched between the pole and a clamp fitted to a GI pipe raised above the roof of the consumer's building at a height. The weatherproof or PVC cable is clipped along GI wire as stretched between the pole and the building. The service line then enters the GI pipe. Service connections are to be given to a single story building by means of bare conductors. Connections from the bare conductors may be taken by means of a weatherproof or PVC through GI pipe. Upper end of GI pipe is bent downwards to prevent the entry of rainwater.
Service mains. The service connection lines are connected to the input terminal of energy meter provided by the supply authority. After the energy meter service line is connected to a cutout. The cutout contains a fuse wire so that if the consumer draws heavy current than rating of the meter, the fuse will blow off, thus saving the meter from the damage. The cutout also serves the purpose of enabling the supply authority to discontinue the supply should consumer fail to pay his bill. The cutout and the meter are the supply authority property and are scaled. Consumer's distribution starts after the energy meter and the supply authority's cutout. The leads from the output terminal of the energy meter via cutout are connected to the consumer's main switch. The energy meter is placed before the main switch because the main switch must be accessible to the consumer. After the main, which the service line goes to the distribution board, dB from the where the supply is taken to the various sub-circuit. അതിൻ്റെ അതാണ് ഇൻകമിങ് കേബിൾ എനർജി മീറ്ററിലേക്ക് പോകുന്നു. അവിടെ നിന്നൊരു എന്തെങ്കിലും ഒരു ഫോൾട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കട്ടൗട്ട് സംഭവിക്കുന്നു. കൺസ്യൂമേഴ്സ് മെയിൻ സ്വിച്ചിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ബോക്സിലേക്ക് പോയി ബാക്കി സബ് സർക്യൂട്ടിലോട്ടും കണക്ഷൻ പോകുന്നത്. അതാണ് ഫോർ ലാർജ് ബിൽഡിംഗ് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിനെ നമ്മൾ സബ് സർക്യൂട്ടാക്കി സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ആക്കുന്നുണ്ട്. അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്ടർ സേവിങ് ഉപയോഗിക്കാം. ഫൈൻഡിങ് ഫോൾട്ട്സ് ബിക്കം ഈസിയർ ആണ്. ഫോൾട്ട് എവിടെയാണെന്ന് ഏതെങ്കിലും ഒരു സബ് സർക്യൂട്ടിലാണെങ്കിൽ അത് മാത്രം നോക്കിയാൽ മതി. മെയിൻ DB ഒരിക്കലും നമ്മൾ കിച്ചണിലോ ടോയ്ലറ്റിലോ ഒന്നും ഉപയോഗിക്കത്തില്ല. 2.5 മീറ്റർ വാഷ് ബേസിൻ അങ്ങനെയുള്ളത് ഒന്നും ഉപയോഗിക്കത്തില്ല. ഇൻ സിറ്റുവേഷൻ എക്സ്പോസ് ടു വെദർ മെയിൻ DB ഷുഡ് ബി പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് റെയിൻ ആൻഡ് എൻക്ലോസ്ഡ് ഇൻ എ വാട്ടർ പ്രൂഫ് എൻക്ലോസ്ഡ്. വെള്ളം വരാത്ത രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് നമ്മൾ എടുക്കുന്നത്. ഇൻറ്റേർണൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക് ബിൽഡിങ്ങിൽ ഒരു വീട്ടിൽ ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ ടോട്ടൽ ലോഡിനെ നമ്മൾ രണ്ട് സബ് സർക്യൂട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും. ലോഡ് കാൽക്കുലേഷൻ്റെ ഈസിനെസ്സിന് വേണ്ടിയാണിത്. ഒന്ന് ലൈറ്റ്, എത്ര ലൈറ്റ് പോയിൻറ്റ്സ് ആണോ നമ്മുടെ വീട്ടിലുള്ളത് അതും, പിന്നെ പവർ സബ് സർക്യൂട്ട് എത്ര ഈ പവർ സോക്കറ്റുകളുണ്ട്, ഫ്രിഡ്ജ്, മോട്ടർ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെയുള്ള പവർ സോക്കറ്റൊക്കെയുള്ള അതും തമ്മിൽ ഡിവൈഡ് ചെയ്ത് ലൈറ്റ് സബ് സർക്യൂട്ടും പവർ സബ് സർക്യൂട്ടുമായിട്ട് മാറ്റും. ലൈറ്റ് സബ് സർക്യൂട്ടിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ ലൈറ്റ്, ഫാന്, 5 ആംപിയറിൻ്റെ സോക്കറ്റ് ഒക്കെ വരും. ലോഡ് ഓൺ ഈ സബ് സർക്യൂട്ട് 800 വാട്ടിന് താഴെ ആയിരിക്കണം. 10 പോയിൻറ്റ് ഓരോ ഇപ്പോൾ ഒരു ലൈറ്റ്, ഒരു ബെഡ്റൂമിൽ ഒരു ലൈറ്റ് ആണെങ്കിൽ അതിന് ഒരു 1 ലൈറ്റ് പോയിൻ്റ് എന്ന് പറയും. അങ്ങനെ 10 പോയിൻറ്റിനും താഴെ ആയിരിക്കണം ലോഡ്. If a separate circuit is installed for fans only, the number of fans in that circuit should not exceed 10. It is advisable to provide at least 2 lighting sub-circuit in each house. ഒരു വീട്ടിൽ 2 സബ് സർക്യൂട്ട് എങ്കിലും വേണം എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് എ ഫോൾട്ട് ഒരു സബ് സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മൊത്തത്തിൽ ഡാർക്ക്നെസ് ആവത്തില്ല 2 സബ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ. പവർ സബ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ 3000 വാട്ടിന് താഴെയാണ് നോർമലി ലോഡ്. നോട്ട് മോർ ദാൻ 2 ഔട്ട്ലെറ്റ്സ് ഓൺ ഈച്ച് സബ് സർക്യൂട്ട്. ഓരോ സബ് സർക്യൂട്ടിലും 2 ഔട്ട്ലെറ്റ് കൂടുതൽ എടുക്കത്തില്ല. സിംഗിൾ ലൈൻ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിനകത്ത് ഇൻറ്റേർണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഓഫ് ആൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ, അതിനകത്ത് ഫീഡർ, കേബിൾ, മെയിൻ സ്വിച്ച് ബോർഡ്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, സബ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്, സർക്യൂട്ട് ബ്രേക്കർ, സ്വിച്ച് ഗിയേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു സിംഗിൾ ലൈൻ ഡയഗ്രാമിൽ നമുക്ക് കാണിക്കാൻ പറ്റും. വയറിങ്ങിൻ്റെ ജനറൽ റൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ സൈസ്, ഇറ്റ് മേ ക്യാരി ലോഡ് കറണ്ട് സേഫ്ലി. കണ്ടക്ടർ യൂസ് ടു ബി ഇൻ സച്ച് എ സൈസ് ദാറ്റ് ഇറ്റ് മേ ക്യാരി ലോഡ് കറണ്ട് സേഫ്ലി. എല്ലാ സബ് സർക്യൂട്ടും ഡിസ്ട്രിബ്യൂഷൻ ബോർഡുമായിട്ട് കണക്ട് ചെയ്യണം. എവറി ഫേസ് ലൈൻ ഈസ് ടു ബി പ്രൊട്ടക്റ്റഡ് ബൈ എ സർക്യൂട്ട് ബ്രേക്കർ. എല്ലാ ഫേസ് ലൈനും സർക്യൂട്ട് ബ്രേക്കറിൻ്റെ സ്യൂട്ടബിൾ റേറ്റിംഗിൽ എത്ര MCB വേണം, എത്ര റേറ്റിങ്ങിൽ വേണം എന്നൊക്കെ ചെയ്യുന്നത് ഒരു പ്രൊട്ടക്ഷൻ എന്തായാലും ഓരോ ഫേസ് ലൈനും വേണം. പിന്നെ സ്വിച്ച് ബോർഡ് എന്ന് പറയുന്നത് താഴെ നിന്നും 1.25 മീറ്റർ മേളിലായിരിക്കണം, ഫ്ലോറിൽ നിന്നും മേളിലോട്ടായിരിക്കണം. ഓൾ പ്ലഗ്സ് ആൻഡ് സോക്കറ്റ് ഔട്ട്ലെറ്റ്സ് 3 പിൻ ടൈപ്പ് ആയിരിക്കണം. പിന്നെ എല്ലാ ലാമ്പും 2.5 മീറ്റർ ഫ്ലോർ ലെവലിൽ നിന്നും മുകളിലായിരിക്കണം. പിന്നെ സീലിംഗ് ഫാൻ 2.7 മീറ്റർ എബവ് ആയിരിക്കണം ഫ്ലോർ ലെവലിൽ നിന്ന്. നോ ഫ്യൂസ് ഓർ സ്വിച്ച് ടു ബി പ്രൊവൈഡഡ് ഇൻ ദ എർത്ത് കണ്ടക്ടർ. എർത്ത് കണ്ടക്ടറിൻ്റെ അവിടെ ഒരു ഫ്യൂസോ സ്വിച്ചോ
പാടില്ല. എവറി സർക്യൂട്ട് ഈസ് ടു ബി പ്രൊവൈഡ് വിത്ത് എ സെപ്പറേറ്റ് മീൻസ് ഓഫ് ഐസൊലേഷൻ സച്ച് ആസ് സ്വിച്ച്. ഓരോ സർക്യൂട്ടും ൻ്റെയും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു സ്വിച്ച് അതിനായിട്ട് വേണം. ഇൻ എനി ബിൽഡിംഗ് ലൈറ്റ് ആൻഡ് ഫാൻ വയറിംഗ് ആൻഡ് പവർ വയറിംഗ് ആർ ടു ബി കെപ്റ്റ് സെപ്പറേറ്റ്. ലൈറ്റ് വയറിങ്ങും ഫാൻ വയറിങ്ങും പവർ വയറിങ്ങും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കണം. 3 phase 4 wire ഇൻസ്റ്റലേഷൻ ആണ് ഒരു എടുക്കുന്നെങ്കിൽ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിട്ട് ഓരോ ഫേസിലേക്ക് കൊടുക്കണം. Each sub-circuit is to be protected against excessive current by that may occur either due to overload or due to short circuit by fuse or automatic circuit breaker. After completion of work, the installation are to be tested before the energization. ഓരോ സബ് സർക്യൂട്ടും ഓവർ കറൻറ്റോ ഷോർട്ട് സർക്യൂട്ടോ എന്തെങ്കിലും വരുന്നതിന് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണം. ഫ്യൂസ് വെച്ച്, അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് സർക്യൂട്ട് ബ്രേക്കർ, അല്ലെങ്കിൽ എന്താ പറയുക MCCB അല്ലെ മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ. ആഫ്റ്റർ കംപ്ലീഷൻ ഓഫ് വർക്ക് ദാറ്റ് ഇൻസ്റ്റലേഷൻ ടെസ്റ്റ് ചെയ്യണം നമ്മൾ. അപ്പം ഈ ഒരു പടം നമ്മൾ നോക്കേണ്ട സിംഗിൾ ഫേസ് ഇൻസ്റ്റലേഷൻ ഉള്ളൊരു വീട്ടിൽ എന്തൊക്കെയാണ് സർവീസ് ലൈനിൽ നിന്നും എനർജി മീറ്ററിലേക്ക് പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു കട്ടൗട്ട്, പിന്നെ കൺസ്യൂമർ മെയിൻ സ്വിച്ച്, ഡിസ്ട്രിബ്യൂഷൻ ബോക്സ് ടു സബ് സർക്യൂട്ടിലേക്ക് പോകുന്നു. 3 phase-ലാണെങ്കിൽ 4 wire സപ്ലൈ ആണ്, എനർജി മീറ്ററിലേക്ക് കൊടുക്കുന്നു, പിന്നെ നേരെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലോട്ട് കൊടുക്കുന്നു. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൽ തന്നെ 3 phase ലൈൻസ് ആണ്, 3 ലൈനിലോട്ട് പോകും. ഒരു ഡൊമസ്റ്റിക് ഇലക്ട്രിക്കൽ കണക്ഷൻസ് ആണ് കാണുന്നത്. പോള്, ഫ്യൂസ് സർവീസ് ലൈനിലേക്ക് പോകുന്നു, ഇലക്ട്രിസിറ്റി മീറ്റർ ബോർഡ്, പിന്നെ വീട്ടിലെ ഓണറിൻ്റെ ബോർഡ്, പിന്നെ ഓരോ വീട്ടിലേക്ക് സബ് സർക്യൂട്ടിലേക്ക് പോകുന്നു. സെലക്ഷൻ ഓഫ് എക്യുപ്മെൻറ്റ് യൂസ്ഡ് ഇൻ ദ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ഫോർ ദ ഡൊമസ്റ്റിക് ഡ്വെല്ലിംഗ്. ഡിറ്റർമിനേഷൻ ഓഫ് ദ സൈസ് ഓഫ് DB. നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ സൈസ് അളക്കുന്നത് അതിൻ്റെ ലൈറ്റ് സർക്യൂട്ടും പവർ സബ് സർക്യൂട്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ലൈറ്റ് സബ് സർക്യൂട്ടിൽ 10 പോയിൻറ്റിന് താഴെ പറ്റൂ, പവർ സബ് സർക്യൂട്ട് 2 സോക്കറ്റ് ഔട്ട്ലെറ്റ് പാടില്ല, 2 കൂടുതൽ പാടില്ല. സെലക്ഷൻ ഓഫ് കണ്ടക്ടർ സൈസ് പറയുകയാണെങ്കിൽ കോപ്പർ അല്ലെ അലുമിനിയം ആയിരിക്കും. ഡൊമസ്റ്റിക് ഇൻസുലേറ്റ് ചെയ്യാൻ വേണ്ടി PVC ഉപയോഗിക്കണം. പിന്നെ കണ്ടക്ടേഴ്സ് ഫൈനൽ സബ് സർക്യൂട്ടിൽ 1 mm² കോപ്പർ അല്ലെങ്കിൽ 1.5 mm² അലുമിനിയം കണ്ടക്ടർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ക്രോസ് സെക്ഷണൽ ഏരിയ വണ്ണം വേണ്ടത് ഒരു 2.5 mm² കോപ്പർ അല്ലെ 4 mm² അലുമിനിയം വേണം. മിനിമം 0.5 mm² കോപ്പറെങ്കിലും വേണം, അതിന് താഴെ പോകാൻ പാടില്ല. പിന്നെ സെലക്ഷൻ ഓഫ് സ്വിച്ചസ് ആൻഡ് സോക്കറ്റ്സ്. സ്വിച്ചസ് ഒരു ഡൊമസ്റ്റിക് വയറിൽ 6 ആമ്പിയർ ആണ് സ്വിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് പോയിൻറ്റ്സിന്, ഫാൻ പോയിൻറ്റ്സിന്. പിന്നെ 16 ആമ്പിയർ ഉപയോഗിക്കുന്നത് പവർ സ്വിച്ചസ് വിത്ത് ഹയർ റേറ്റിംഗ് ഉണ്ട്. 16 ആമ്പിയർ അതാണ് എയർ കണ്ടീഷണർ, വാട്ടർ ഹീറ്റർ, കുക്കിംഗ് റേഞ്ചസ് ഒക്കെ 2000 വാട്ട് അല്ലെങ്കിൽ 3000 വാട്ടിൻ്റെ എബോവിൽ പോകുമ്പോൾ ഉപയോഗിക്കുന്നത്. പല സ്വിച്ചിനും ഒരു 15 rupees to 120 rupees ഡിഫറൻസ് ആണ് ഉള്ളത്. സെലക്ഷൻ ഓഫ് ലൈറ്റ് ഫിറ്റിംഗ് ആൻഡ് ഫാൻസ്. നമ്മൾ ലൈറ്റ് ഫാൻസ് നോക്കുമ്പോൾ നമ്മൾ എനർജി എഫിഷ്യൻസി ആയിട്ടുള്ള ലൈറ്റും ഫാനും നോക്കുക. LED ഫാൻ ആണെങ്കിൽ BLDC മേടിച്ചിടുക. അങ്ങനെയൊക്കെ നമുക്ക് ഗ്യാരൻറ്റീഡ് ഉണ്ടോ എന്ന് നോക്കുക. ISI സർട്ടിഫൈഡ് പ്രോഡക്റ്റ് മേടിക്കുക. പിന്നെ എർത്തിങ് ഓഫ് ഡൊമസ്റ്റിക് ഇൻസ്റ്റലേഷൻ IS 3043 നമ്മൾ മൊഡ്യൂൾ 1-ൽ പഠിച്ച അതിൻ്റെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചുള്ള എർത്തിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുക. ടൈപ്പ് ഓഫ് വയറിംഗ് എന്ന് പറയുന്നത് 7th PVC insulated PVC sheathed wires on teak wood batten, PVC insulated wires in steel, PVC insulated wires in concealed conduits ഒക്കെ ഇതിലേതെങ്കിലും ഒരു മെത്തേഡിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിൽ നമുക്ക് വയറിംഗ് ചെയ്യാം. പിന്നെ പ്രൊട്ടക്ഷൻ ഡിവൈസസ് നമുക്ക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഇതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പഠിക്കാനുള്ളത് MCB മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ, ഓവർ കറൻറ്റ് ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷന് വേണ്ടി. MCCB മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ, അതും ഓവർ കറൻറ്റിന്. ELCB എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ. RCCB റെസിജ്വൽ കറൻറ്റ് സർക്യൂട്ട് ബ്രേക്കർ, അത് കൂടുതലും ഒത്തിരി 5 story ബിൽഡിങ്സിലൊക്കെയാണ്, ഇൻഡസ്ട്രീസിലൊക്കെയാണ് RCCB ഉപയോഗിക്കുന്നത്. RCD റെസിജ്വൽ കറൻറ്റ് ഡിവൈസ്, RCB ആണെന്ന് തോന്നുന്നു, റെസിജ്വൽ കറൻറ്റ് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർ കറൻറ്റ് പ്രൊട്ടക്ഷൻ, അതാണ് അവിടെ ഈ ബിൽഡിങ്ങിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഓവർലോഡ് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത് MCB യും MCCB ആണ്.
എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുന്നത് ELCBയും RCCB ആണ്, അല്ലെ RCD ആണ്. RCBO എന്ന് പറയുന്നത് MCBയും RCCBയും കൂടെ കൂടുന്നതിനെയാണ് RCBO എന്ന് പറയുന്നത്. ആക്ച്വലി പലരും ഇത് ഉപയോഗിക്കുന്നില്ല, പക്ഷേ അതാണ് ഏറ്റവും ബെസ്റ്റ് സംഭവം. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. ഇറ്റ് ഈസ് യൂസ്ഡ് പ്രൈമർലി ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു ദ ഫ്യൂസ് സ്വിച്ച്. ഫ്യൂസ് ആവാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് MCB. MCB എന്ന് പറയുന്ന ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ ഡിവൈസാണ് ടു പ്രൊട്ടക്ട് ദ ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഫ്രം ഓവർ കറണ്ട്. പറഞ്ഞല്ലോ നേരത്തെ, ഓവർ കറണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്, ഓവർലോഡ് അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയാണ്. MCB operates as an automatic switch that opens in the event of excessive current flowing through the circuit, and once the circuit returns to normal, it can be reclosed without any manual replacement. ഒരു ഓട്ടോമാറ്റിക് സ്വിച്ച് ആണത്. നമ്മൾ ഫ്യൂസ് പോയി ഇടുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് എന്തെങ്കിലും ഒരു ഓവർ കറൻറ്റ്, ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ തന്നെ സ്വിച്ച് ഓപ്പൺ ആകും. ഫങ്ഷൻസ് പറഞ്ഞല്ലോ, ഇപ്പം തന്നെ പറഞ്ഞു. ഷോർട്ട് സർക്യൂട്ട് ഫോൾട്ട്, ഓവർലോഡ്, പിന്നെ ഫോർ സ്വിച്ചിങ് ഓൺ ഓർ ഓഫ് എ സർക്യൂട്ട്. സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ കറണ്ട് റേറ്റിംഗ് ആംബിയറിൽ, ഷോർട്ട് സർക്യൂട്ട് റേറ്റിംഗ് കിലോ ആംബിയർ. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് MCBനെ BCD കർവിൽ ഉപയോഗിക്കുന്നു. റേറ്റിംഗ് അനുസരിച്ചാണ്. MCB റേഞ്ച് 0.5 ആംബിയർ തൊട്ട് 100 ആംബിയർ വരെ റേഞ്ച് ഉണ്ട്. ടൈപ്പ് BCD. ടൈപ്പ് ബി എന്ന് പറയുന്നത് MCB ട്രിപ്പ് ചെയ്യുന്നത് 3 and 5 ടൈം, ബിറ്റ്വീൻ 3 and 5 ടൈംസ് ഫുൾ ലോഡ് കറണ്ട് ആണെങ്കിൽ MCB ഉപയോഗിക്കുന്നത്. റെസിഡൻഷ്യൽ ആപ്ലിക്കേഷൻസിൽ ടൈപ്പ് ബിയുടെ ആവശ്യമുള്ളൂ. Such current levels in such cases are relatively low. Type C ആണെങ്കിൽ between 5 and 10 times full load current. ഇൻഡസ്ട്രിയൽ ടൈപ്പിൽ ഉപയോഗിക്കുന്ന അതാണ്. കണക്റ്റഡ് ലോഡ്സ് ഇൻഡക്റ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും, ഫ്ലൂറസൻ ലൈറ്റിങ്ങിനൊക്കെ. ടൈപ്പ് ഡി എന്ന് പറയുന്നത് 10 and 20 ടൈംസ് ബിറ്റ്വീൻ ഫുൾ ലോഡ് കറണ്ടിനെ ആയിരിക്കും, അതും ഇൻഡസ്ട്രിയലാണ്. Current in rush can be very high, include transformers, X-ray machines, large winding vectors, അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നമ്പർ ഓഫ് പോൾസ് അനുസരിച്ച് ടൈപ്പ് ഓഫ് MCBs ആണ്. സിംഗിൾ പോൾ, ഡബിൾ പോൾ, ട്രിപ്പിൾ പോൾ വിത്ത് ന്യൂട്രൽ. അടുത്തത് MCCB. MCBയും MCBയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, MCCBക്ക് കറണ്ട് റേറ്റിംഗ് 2500 ആംബിയേഴ്സ് ആണ് അപ് ടു. ട്രിപ്പ് സെറ്റിങ് അഡ്ജസ്റ്റബിൾ ആണ്, മറ്റേതിന് അഡ്ജസ്റ്റബിൾ അല്ല. ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടിൻ്റെയും ഫങ്ഷൻ സെയിം ആണ്. പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഓവർലോഡ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫോൾട്ട്, സ്വിച്ചിങ് എ സർക്യൂട്ട് ഓൺ ആൻഡ് ഓഫ്. MCCBs are available with a current rating that ranges from low values such as 15 amperes to industrial rating 2500 amperes. അതിൻ്റെ ഒരു മോൾഡഡ് കേസ് ഫോർ MCCB are required to have a strength which can withstand the gas pressure at breaking, heat resistance and arc resistance. ഏർലി MCBCB എന്ന് പറയുന്നത് ഇൻഎക്സ്പെൻസീവ് ആയിരുന്നു. ഫീനോൾ റെസിൻസ് ഒക്കെ വെച്ചിട്ടാണ് ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തത് പോളിയെസ്റ്റർ റെസിൻസ്, ഗ്ലാസ് ഫൈബർ, പോളിയമൈഡ് റെസിൻസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ്. പെയിൻ ഡിഫറൻസ് പഠിക്കേണ്ടതാണ്. ഫുൾ ഫോം അറിയാം. ഒരെണ്ണം മോൾഡഡ് കേസ് സർക്യൂട്ട് ബ്രേക്കർ, മറ്റേത് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. റേറ്റഡ് കറണ്ട് 100 ആംപിയർ, 6 to 100 ആംപിയർ ആണ് MCBക്ക്. മറ്റേത് 10 to 2500 ആണ്. ഇൻറ്ററപ്റ്റിംഗ് റേറ്റിംഗ് 18 കിലോ ആംപിയർ ഉള്ളൂ MCBയിൽ. MCCBയിൽ 200 കിലോ ആംപിയർ വരെയുണ്ട്. ട്രിപ്പ് മെക്കാനിസം തെർമൽ അല്ല മാഗ്നറ്റിക് ആയിരിക്കും MCBയിൽ. MCCBയിൽ ഇലക്ട്രോണിക്കിലും ആകാം. സൈസ് MCBയുടെ സ്മോൾ ആണ്, MCCB കുറച്ചും കൂടെ വലുതാണ്. MCB ഇൻഡോർ ടൈപ്പാണ്. MCCB രണ്ടിടത്ത് ഉപയോഗിക്കാവുന്നതാണ്. ട്രിപ്പ് ക്യാരക്ടറിസ്റ്റിക്സ് അഡ്ജസ്റ്റബിൾ അല്ല MCBയിൽ. MCCBയിൽ അഡ്ജസ്റ്റബിൾ ആണ്. ലോ കറണ്ട് സർക്യൂട്ട് അല്ല, ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിലാണ് MCB ഉപയോഗിക്കുന്നത്. ഒരു കമേഴ്ഷ്യൽ ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സിലാണ് ഹൈ പവർ റേറ്റിംഗിൽ ആണ് MCCB ഉപയോഗിക്കുന്നത്. ഇതാണ് ELCBയും RCCBയും. ELCB എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. രണ്ടും എർത്ത് ലീക്കേജ് പ്രൊട്ടക്ഷനാണ്. ELCB എന്ന് പറയുന്നത് ഓൾഡ് ടെക്നോളജിയും RCCB എന്ന് പറയുന്നത് ഒരു ലേറ്റസ്റ്റ് ടെക്നോളജിയാണ്. ELCB എന്ന് പറയുന്നത് വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഡിവൈസും RCCB എന്ന് പറയുന്നത് കറണ്ട് ഓപ്പറേറ്റഡ് ഡിവൈസുമാണ്.
വോൾട്ടേജ് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ് വെൻ വോൾട്ടേജ് ഇസ് സെൻസ്ഡ് അക്രോസ് സെൻസിങ് ദ കോയിൽ കണക്റ്റഡ് ടു ദ എർത്ത് കണ്ടക്ടർ. കറണ്ട് ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ് വെൻ ദർ ഇസ് എ റെസിജ്വൽ കറണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ഫേസ് കറണ്ട് ആൻഡ് ന്യൂട്രൽ കറണ്ട് ആണെങ്കിൽ. ELCB provides protection from the indirect earth fault only. That is why no longer in use. ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു എർത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കത്തുള്ളൂ. RCCB എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും എർത്ത് ഫോൾട്ട് വന്നു കഴിഞ്ഞാൽ RCCB പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പം RCCB ഈസ് ഫാർ ബെറ്റർ ദാൻ ELCB. ELCBയുടെ ഓപ്പറേഷൻ പടം കണ്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ കൊള്ള പടങ്ങൾ പഠിക്കുക. ഇത് in ELCB operation during indirect earth fault, when insulation failure occurs, there will be a leakage current flowing to the earth through a metallic body of iron box, larger pin of 3-pin socket and ELCB trip coil. A person touching the metal body of iron box will not get a shock. Thus, ELCB provides protection from indirect earth fault. ഒരു ഇൻസുലേഷൻ ഫെയിലിയർ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒരു ലീക്കേജ് കറണ്ട് ഫ്ലോ ചെയ്യും. മെറ്റാലിക് ബോഡി ഒരു മെറ്റാലിക് അയൺ ബോക്സിലോ 3-pin സോക്കറ്റിൽ കറണ്ട് ഫ്ലോ ചെയ്യും. ELCB ട്രിപ്പാകും. ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ ആ ഷോക്ക് പെട്ടെന്ന് അതുവഴി ഈ ELCB വഴി പാസ് ചെയ്യും. അപ്പോൾ അങ്ങനെ അയാളെ രക്ഷിക്കാൻ പറ്റും. അതാണ് ഈ ഒരു പടത്തിൽ കാണിക്കുന്നത്. എത്രത്തോളം നമുക്ക് ഒരു മില്ലി ആംസ് കറണ്ട് മാത്രമേ നമ്മൾ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തു നിന്നും പോകുന്നു എന്നൊക്കെയാണ്. ഡയറക്റ്റ് എർത്ത് ഫ്ലോൾട്ട് ആണെങ്കിൽ ഇഫ് എ പേഴ്സൺ സ്റ്റാൻഡിങ് ഓൺ ഗ്രൗണ്ട് ടച്ചസ് ഫേസ് കണ്ടക്ടറിലാണ് നമ്മൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ നോ വോൾട്ടേജ് സെൻസ് ചെയ്യത്തില്ല. അപ്പം നമ്മളെ ദർ ഇസ് നോ കറണ്ട് ഫ്ലോ ഇൻ ദ എർത്ത് കണ്ടക്ടർ. ദസ് ELCB cannot provide protection from direct current. Overall current and short circuit current can be detected by MCB, MCCB, HRC. But these circuit breakers cannot detect the leakage current, which are dangerous for the humans and livestock. If not detected at the appropriate time, it can lead to the serious consequences like electric shock, fire hazards, etc. Residential current devices are used to provide the protection against direct and indirect contact of personal or livestock. ELCB and RCCB works on the principle that in an electrical circuit, the incoming current is same as outgoing current. ELCBയുടെയും RCCBയുടെയും വർക്കിംഗ് പ്രിൻസിപ്പിൾ സെയിം ആണ്. ഇൻകമിംഗ് കറൻറ്റും ഔട്ട്ഗോയിങ് കറൻറ്റും സെയിം ആയിരിക്കും. RCCB incorporates a core balancer transformer having primary and secondary winding and a sensitive relay for instantaneous detection of fault signals. The primary winding is in series with the supply mains and the load. In normal condition, the magnetizing effect of current carrying conductor cancel each other. Therefore, there is no residual magnetic field that could induce a voltage in the secondary. During the flow of leakage current in a circuit, an unbalance is created in the circuit, which gives rise to a leakage flux in the core. This leakage flux generates an electrical signal that is sensed by the relay, and it strips the mechanism, thereby disconnecting the supply. ELCB വോൾട്ടേജ് ഓപ്പറേറ്റഡ് ഉണ്ട്, കറണ്ട് ഓപ്പറേറ്റഡിനെ RCCB എന്ന് പറയും. അത് നമ്മൾ പറഞ്ഞല്ലോ. Residual current device monitors your wiring installation permanently to detect any leakage current. Phase and neutral, both wires connected through RCD. Amount of current flows through phase line should return through neutral. Continuously measures the amount of current passing through a phase in one direction and again through neutral wire in the opposite direction. If current is missing, it means there is a leak somewhere in the wiring installation. If it detects a difference greater than 300 mA or less in certain cases, it breaks the circuit. If this current leaks through a person's body, it could lead to a potentially fatal electrocution. Single phase RCCBയുടെ ഒരു internal diagram ആണ്. RCCB during direct indirect earth fault. 3-phase RCCB. RCBO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MCBയുടെ RCCBയുടെയും ഓപ്പറേഷൻസ് ഒരുപോലെ ചെയ്യുന്ന ഒരാളാണ് RCBO. With the overload, RCDs detect an imbalance in the lives and neutral, a current overload. RCD don't offer protection against current over. It is now possible to get MCB and RCD in a single unit, that is called RCBO. It is commonly used in the application where there is a need to combine the protection against overcurrent and earth leakage current.
They can generally be fitted into consumer's unit in place of MCB. ഒരു കൺസ്യൂമർ യൂണിറ്റിൽ MCBക്ക് പകരമായിട്ട് നമുക്ക് വെക്കാവുന്ന ഒരു കാര്യമാണ് ഈ RCB. However, in that respect, in the event of earth leakage, they will cut power only to the affected circuit without inconveniencing users on other circuit. They are superior to a split load arrangement or an installation protected by a single RCD because either of these will cut power to other circuits. DV connection without ELCB or RCD. Selection of cables. ഒരു കേബിൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ കണ്ടീഷൻസ് ഓഫ് ഇൻസ്റ്റലേഷൻ അറ്റ് സൈറ്റ്, കറണ്ട് ക്യാരിയിങ് കപ്പാസിറ്റി ഓഫ് കേബിൾസ്, വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ടു കേബിൾ, ഷോർട്ട് സർക്യൂട്ട് കപ്പാസിറ്റി ഓഫ് കേബിൾ, അവൈലബിലിറ്റി ഓഫ് സെലക്റ്റഡ് സൈസ് ഓഫ് കേബിൾ, പവർ ആൻഡ് വോൾട്ടേജ് റേറ്റിംഗ്, ഇതെല്ലാം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നോക്കേണ്ട കൺസിഡറേഷൻസ് ആണ്. കോപ്പർ കണ്ടക്ടർ കേബിൾ ആണെങ്കിൽ കോപ്പർ കണ്ടക്ടർ കേബിൾ ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. മിനിമം സൈസ് ഓഫ് വയറിങ്, ലൈറ്റ് വയറിങ്ങിൽ 1.5 സ്ക്വയർ മില്ലിമീറ്റർ അലുമിനിയം ഓർ 1 സ്ക്വയർ മില്ലിമീറ്റർ കോപ്പർ. പവർ വയറിങ്ങിലാണെങ്കിൽ 4. പവർ സർക്യൂട്ട് റേറ്റഡ് മോർ ദാൻ 1 kW സൈസ് ആസ് പെർ ദ കാൽക്കുലേഷൻ. ഇൻസുലേഷൻ PVC ഇൻസുലേഷൻ കൊടുക്കണം BI സ്പെസിഫിക്കേഷൻ അനുസരിച്ച്. മൾട്ടി സ്റ്റാൻഡേർഡ് കേബിൾസ് ആണ് പെർമിറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് കേബിൾസ് എക്സ്പ്രസ് ചെയ്തേക്കുന്ന 3/0.029, 7/0.036. ആദ്യത്തെ നമ്പർ കൊടുത്തേക്കുന്നത് നമ്പർ ഓഫ് സ്ട്രാൻഡ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വയേഴ്സ് എത്രയാണെന്നുള്ളത്. രണ്ടാമത്തെ അതിൻ്റെ ഡയമീറ്റർ ഓരോ സ്ട്രാൻഡിൻ്റെയും MM-ലാണ് കാണിച്ചിരിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ സെലക്ഷൻ. 4-way സെലക്ഷൻ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് ആണെങ്കിൽ 4-way സിംഗിൾ ഫേസ് ഡിസ്ട്രിബ്യൂഷൻ ന്യൂട്രൽ ആണെങ്കിൽ 4x1 സിംഗിൾ പോൾ ഈക്വൽ ടു 4 നമ്പേഴ്സ് അല്ലെങ്കിൽ മോഡ്യൂൾസ് ഓഫ് 1 പോൾ MCB ആസ് പുട്ട് ഗോയിങ് ഫീഡർ. 6-way SPN ആണെങ്കിൽ 6x1 സിംഗിൾ പോൾ 6 നമ്പർ ഓർ മോഡ്യൂൾസ് ഓഫ് 1 പോൾ MCB ആസ് പുട്ട് ഗോയിങ് ഫോർവേഡ് ഫീഡർ. സോ വി ഹാവ് 8-way SPN, 10-way ആൻഡ് 12-way SPN നമുക്ക് ഉണ്ട്. 8-way, 10-way, 12-way ഉണ്ട്. TPN ആണെങ്കിൽ ട്രിപ്പിൾ പോൾ ന്യൂട്രൽ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ്. ഇൻകമ്മിങ്ങും ഔട്ട് ഗോയിങ്ങും ഉണ്ട്. അതിൽ 6, 8, 10, 12 TPNs ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റിംഗ് പറയുകയാണെങ്കിൽ സിംഗിൾ ഫേസ് 250, 3 ഫേസ് 450. സ്വിച്ച് DPIC ഡബിൾ പോൾ അയൺ ക്ലാഡ് ആണ് സിംഗിൾ ഫേസിന് ഉപയോഗിക്കുന്നത്. TPIC ആണ് 3 ഫേസിന്. റേറ്റിംഗ് SPN-ന് TPN-നും വേസും കാണിച്ചിട്ടുണ്ട്. അടുത്തതൊരു സിമ്പിൾ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ ഒരു റൂമിൻ്റെയാണ് കാണിക്കുന്നത്. ഒരു ഐസോമെട്രിക് വ്യൂ ആണ് ഒരു ഇൻസ്റ്റലേഷൻ്റെ കാണിക്കുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് എങ്ങനെയാണ് വെക്കുന്നതെന്ന്. ഇൻസ്റ്റലേഷൻ ഓഫ് പ്ലാൻ ഓഫ് എ വയറിംഗ്. അതിൻ്റെ വയറിംഗ് ഡയഗ്രാം, സിംഗിൾ ലൈൻ ഡയഗ്രാം കാണിക്കുന്നുണ്ട്. അത് നോക്കിയാൽ മതി. അതിലെ നമ്പർ ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്, വാട്ടേജ് ഓഫ് ലൈറ്റ് പോയിൻറ്റ്സ്, നമ്പർ ഓഫ് ഫാൻ പോയിൻറ്റ്സ്, അതൊക്കെ നമുക്ക് 2 ഫോർ വയറിംഗ് നമ്മളിപ്പോൾ കണ്ടതാണ്. വയറിങ്ങിന് എത്ര പോയിൻറ്റ്സ് ഒക്കെയാണ് വേണ്ടതെന്നും. പവർ സോക്കറ്റ് ഔട്ട്ലെറ്റ് 1000 watt ആണ് എസ്റ്റിമേറ്റ് ചെയ്യാനെന്ന്. സബ് സർക്യൂട്ട് ഡിറ്റർമിനേഷൻ ഓഫ് നമ്പർ ഓഫ് സബ് സർക്യൂട്ട്. ഇൻ 1 ലൈറ്റ് ആൻഡ് ഫാൻ സബ് സർക്യൂട്ട് മാക്സിമം ലോഡ് എന്ന് പറയുന്നത് 800 വാട്ടിനും ആയിരിക്കും. ദ മാക്സിമം നമ്പർ ഓഫ് പോയിൻറ്റ്സ് വിച്ച് ക്യാൻ ബി വയർഡ് ഇൻ 10 ഇൻക്ലൂഡിംഗ് 6 ampere സോക്കറ്റ് ഔട്ട്ലെറ്റ്. ഇൻ 1 പവർ സബ് സർക്യൂട്ട് the maximum load that can be normally connected is 3000. 3000 വാട്ടിന് താഴെ ആയിരിക്കണം പവർ സബ് സർക്യൂട്ട് പവർ വാട്ടേജ്. ഡിറ്റർമിനേഷൻ ഓഫ് സൈസ് ഓഫ് വയർസ്. Total load current which will flow through the cable connecting the supplier's main board to consumer's distribution board. I is equal to ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്താലേ ഇതിൻ്റെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അടുത്തൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാകും. Determination of rating of MCB and RCCB. For subcircuit 1, as the load are not highly inductive, MCB type B ആണ് ഉപയോഗിക്കുന്നത്. കറണ്ട് റേറ്റിംഗ് 6 ampere ആയിരിക്കും. സിംഗിൾ പോൾ B6.
സബ് സർക്യൂട്ട് ടു ഇത് മറ്റേ ഒരു ക്വസ്റ്റ്യൻ്റെ കാര്യമാണ് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലത്തിൽ നമ്മൾ ആദ്യം ടോട്ടൽ ലോഡ് എത്രയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യണം. പിന്നെ നമ്മളതിൻ്റെ നമ്പർ ഓഫ് സബ് സർക്യൂട്ട് എത്രയാണെന്ന് അറിയണം. പിന്നെ വയേഴ്സിൻ്റെ സൈസ്, പിന്നെ എം സി ബിയുടെയും ആർ സി സി ബിയുടെയും റേറ്റിംഗ്, പിന്നെ മെയിൻ സ്വിച്ച് ബോർഡ്, ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെ റേറ്റിംഗ്. അതാണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഹൗസ് വയറിങ്ങിൽ സിംഗിൾ ലൈൻ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ലൈറ്റ് ലോഡ് പറയുവാണെങ്കിൽ ഇൻകാൻഡസൻ ലാമ്പിൽ 40 വാട്ട്, ഫ്ലൂറസൻ്റ് ആണെങ്കിൽ 40 വാട്ട്, CFL 20 വാട്ട്, സീലിംഗ് ഫാൻ 60 വാട്ട്, എക്സോസ്റ്റ് ഫാൻ 60, 6 ആംപിയർ പ്ലഗ് 100 വാട്ട്. പവർ ലോഡ് ആണെങ്കിൽ 1000 വാട്ടാണ്. വാട്ടർ പമ്പിനാണെങ്കിൽ 373 വാട്ട് ഒക്കെയാണ്. ലോഡ് കാൽക്കുലേഷൻ ഇപ്പോൾ ഇത്രയും തന്നു കഴിഞ്ഞാൽ നമ്മൾ അത്രയും ഒരു വാട്ടേജ്, അതിൻ്റെ നമ്പേഴ്സ്, പവർ കൂട്ടിയിട്ട് ടോട്ടൽ എഴുതും. പവർ ലോഡ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെയും ടോട്ടൽ എഴുതും. ടോട്ടൽ കണക്റ്റഡ് ലോഡ് എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ടുള്ളൊരു വാല്യൂ ആണ്. ലൈറ്റ് ലോഡ് പ്ലസ് പവർ ലോഡ് 4633 വാട്ട്. അപ്പം അത് 5000 വാട്ടിനും താഴെ ആയതുകൊണ്ട് സിംഗിൾ ഫേസ് സപ്ലൈഡ് ആവശ്യമുള്ളൂ. അടുത്തത് സബ് സർക്യൂട്ട്. ലൈറ്റ് സബ് സർക്യൂട്ട് എന്ന് പറയുമ്പം എത്ര ലൈറ്റ് പോയിൻറ്റ്സ് ഉണ്ടെന്ന് നോക്കും. അതിനെ ഡിവൈഡഡ് ബൈ 8 ചെയ്യണം. ഒരു ഗുഡ് എൻജിനീയറിംഗ് പ്രാക്ടീസാണ് ഡിവൈഡഡ് ബൈ 8 ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ 6 ഇട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ചെയ്യുമ്പം 8 ചെയ്യണം. പവർ സബ് സർക്യൂട്ട് എന്ന് പറയുമ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് 1 for 16 ആംപിയർ PP പ്ലസ് 1 for വാട്ടർ ഹീറ്റർ പ്ലസ് 1 for പമ്പ്. അങ്ങനെ 3 സബ് സർക്യൂട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ് സബ് സർക്യൂട്ട് എത്രയാണോ, ലൈറ്റ് സർക്യൂട്ട് പ്ലസ് പവർ സബ് സർക്യൂട്ട് 8 ആണ്. സോ 230 വോൾട്ട് സിംഗിൾ ഫേസ് 8-വേ ഡിസ്ട്രിബ്യൂഷൻ ബോർഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഇൻകമർ 25 ആംപിയർ RCBO RCCB വിത്ത് 30 മില്ലി ആംപിയർ സെൻസിറ്റിവിറ്റി ആണ് കൊടുക്കുന്നത്. ഔട്ട് ഗോയിങ് MCB ആണെങ്കിൽ 5 നമ്പർ ഓഫ് 6 ആംപിയർ MCB ടൈപ്പ് B ഫോർ 5 ലൈറ്റ് സബ് സർക്യൂട്ട്, 3 നമ്പർ ഓഫ് 16 ആംപിയർ MCB ഫോർ പവർ സബ് സർക്യൂട്ട്. മാക്സിമം കറണ്ട് I is equal to P/V cos phi. അപ്പം നമുക്ക് 800 പവർ ആണല്ലോ മാക്സിമം കറണ്ട് നമ്മൾ മാക്സിമം പവർ നമ്മൾ നേരത്തെ പറഞ്ഞത് 800 വാട്ടിൽ താഴെ ആയിരിക്കണം. വോൾട്ടേജ് അറിയാവുന്നതാണ് 240 ആണ് നമ്മൾ കൊടുക്കുന്നത്. cos phi 1 ആണ് ഇവിടെ കൊടുക്കുന്നത്. സോ 3.33. അടുത്തത് 3000 വാട്ടാണ് പവർ സബ് സർക്യൂട്ടിൻ്റെ മാക്സിമം. സോ അത് കൊടുത്ത് 12.05 ആംപിയർ. സെലക്ഷൻ ഓഫ് മെയിൻ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് I is equal to P/V cos phi ആണ്. നമുക്ക് ടോട്ടൽ കണക്റ്റഡ് ലോഡിൽ നിന്ന് കിട്ടിയത് 4633 ആണ്. അത് വെച്ച് 19.3 ആംപിയർ കിട്ടും. 25 ആംപിയർ ഫ്യൂസ് ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഡാറ്റാ ബുക്ക് നമുക്ക് കൊണ്ടുപോകാമല്ലോ, അതനുസരിച്ച് 25 ആംപിയർ ആണ് എടുക്കുന്നത്, സെലക്ട് ചെയ്യുന്നത്. പിന്നെ വയേഴ്സ് ലൈറ്റ് സബ് സർക്യൂട്ട് ആണെങ്കിൽ 1.5 മില്ലിമീറ്റർ സ്ക്വയർ കോപ്പർ വയറും 2.5 മില്ലിമീറ്റർ സ്ക്വയർ കോപ്പർ വയറാണ് പവർ സബ് സർക്യൂട്ടിന്. എർത്ത് വയറിംഗ് 4 മില്ലിമീറ്റർ സ്ക്വയർ കോപ്പർ വയർ. വേറൊരു ചോദ്യമാണ്, ഇതിനകത്ത് ലൈറ്റ് പോയിൻറ്റ്സും ഫാൻ പോയിൻറ്റ്സും എല്ലാം തന്നിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് സബ് സർക്യൂട്ടായിട്ട് ഒരു ഡയഗ്രവും തന്നിട്ടുണ്ട്, അതും പ്രത്യേകിച്ച് വരയ്ക്കേണ്ട. അപ്പം നമ്മൾ സബ് സർക്യൂട്ട് ലൈറ്റ് പോയിൻറ്റ്സ് എല്ലാം വെച്ചു. സൈസ് ഓഫ് വയർ, കറണ്ട് ത്രൂ ദ സബ് സർക്യൂട്ട് 300 വാട്ട് ഡിവൈഡഡ് ബൈ 240 വോൾട്ട് 1.25 ആംപിയർ കിട്ടും. അപ്പോൾ മിനിമം സൈസ് ഓഫ് വയർ ആർ ജനറലി യൂസ്ഡ് ഇൻ എ സബ് സർക്യൂട്ട്, ദാറ്റ് ഈസ് 1 ബാർ 1.40 മില്ലിമീറ്റേഴ്സ്. 1 ബാർ എന്ന് പറയുമ്പോൾ ഒരു വയർ ഡയമീറ്റർ ആണ് 1.40. റേറ്റിംഗ് ഓഫ് ദ മെയിൻ സ്വിച്ച് ഈസ് സെലക്റ്റഡ് ആസ് 250 വോൾട്ട് 15 ആംപിയർ DPIC സ്വിച്ച് വ്യൂസ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണോ, നമ്പർ ഓഫ് സബ് സർക്യൂട്ട്സ്. ഈ ഒരു റൂമിൻ്റെ ഒരു ബെഡ്റൂം, ഒരു ഹോള്, ഒരു കിച്ചണ് അങ്ങനെ നമുക്ക് തരും. അതിനകത്തുനിന്ന് നമ്മൾ ആദ്യം കണക്റ്റഡ് ലോഡ്സ് കണ്ടുപിടിക്കുക. അതിനകത്തുനിന്ന് ലൈറ്റ് സബ് സർക്യൂട്ടും പവർ സബ് സർക്യൂട്ടും എടുക്കുക. അതിനെ ഡിവൈഡഡ് ബൈ 8 എടുക്കുക. അങ്ങനെയാണ് ലൈറ്റ് പോയിൻറ്റ്സും ഫാൻ പോയിൻറ്റ്സും എടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലോഡ് എടുക്കുക. അത് കഴിഞ്ഞ് സബ് സർക്യൂട്ടായിട്ട് എടുക്കുക. അതിൻ്റെ കറണ്ട് കണ്ടുപിടിക്കുക. ഡിവൈഡഡ് ബൈ 240 ഇട്ട് രണ്ടിൻ്റെയും കറണ്ട് കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിൻ്റെയും മെയിൻ സ്വിച്ച് ബോർഡിൻ്റെയും
റേറ്റിംഗ് കണ്ടുപിടിക്കുക. ഇങ്ങനെയാണൊരു പ്രോബ്ലം ചെയ്യുന്നത്. ഈ ഒരു ക്വസ്റ്റ്യനും ആ ഒരു ടൈപ്പിലാണ്. നിങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ടോട്ടൽ ലൈറ്റ് സർക്യൂട്ട് തന്നിട്ടുണ്ട്. പവർ റേറ്റിംഗ് 800 വാട്ടും 6 പവർ റേറ്റിംഗ് ലൈറ്റ് സർക്യൂട്ട്, പവർ സർക്യൂട്ട് എല്ലാം തന്നിട്ടുണ്ട്. കറണ്ട് കണ്ടുപിടിച്ചു. 5 കിലോ വാട്ടിന് മുകളിലായിരുന്നു, 25 കിലോ വാട്ടായിരുന്നു കിട്ടിയത്. സോ 3 ഫേസ് വേണം. 3 ഫേസ് വരുമ്പം ടോട്ടൽ ലോഡ് ഡിവൈഡഡ് ബൈ √3 ഇൻറ്റു 400 ചെയ്യണം. P=√3 VI ആണല്ലോ. അപ്പോൾ കറണ്ട് അങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. താങ്ക് യു. ഇതായിരുന്നു മൊഡ്യൂൾ 3. പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.